KSUവിന്റെ ഉപരോധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ RD ഓഫീസിന് മുന്നിലുള്ള KSU പ്രവർത്തകരുടെ പ്രതിഷേധം. +1 സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള മലപ്പുറത്തിനുണ്ടായിട്ടുള്ള പ്രതിഷേധം ഇതിനു മുൻപും കണ്ടതാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും അതിശക്തമായ പ്രതിഷേധം KSU ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. RD ഓഫീസിന് മുന്നിലേക്ക് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, പറയൂ. GK മലപ്പുറം കളക്ടറേറ്റിനകത്തുള്ള RDD ഓഫീസിലേക്കാണ് ഇപ്പോൾ KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നത്. ഈ ഓഫീസിന് പുറത്ത് വെച്ച് വരാന്തയിൽ വെച്ച് ഈ സമരത്തെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ഇവിടെ പോലീസുമായി ഉന്തും തള്ളലും ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യമായാണ് KSU പ്രതിഷേധ മാർച്ചുമായി അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ അംഗം പ്രവർത്തകരില്ല, വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇടുങ്ങിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പോലീസും കുറവാകുന്നതിനാൽ പ്രവർത്തകരെ പോലീസ് ഇതുവരെ ഇവിടെ ഒന്നും മാറ്റിയിട്ടില്ല. പ്രവർത്തകർ ഈ വരാന്തയിൽ ഇരുന്ന്, ഓഫീസിന് പുറത്ത് വരാന്തയിൽ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. RDD ഓഫീസറുമായി സംസാരിക്കണം എന്നുള്ളതാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്നാൽ പോലീസ് അത് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തകർ ഇവിടെ മുൻവശത്ത് ഇരുന്നു കൊണ്ട് പ്രതിഷേധ സമരവുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അല്പസമയത്തിനകം തന്നെ പോലീസും നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വളരെ ഒരു എണ്ണം വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വർഷവുമുള്ള ഒരു സമാനമായ രീതിയിൽ പ്രതിഷേധ സമരങ്ങൾക്കാണ് മലപ്പുറം സാക്ഷ്യം വഹിക്കാറുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിൽ പ്രതിഷേധത്തിന് സീറ്റ് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ് മലബാർ മേഖലയിൽ പുറത്തു നിൽക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണല്ലോ. ഏതാണ്ട് 25,000-ലധികം കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യം മലപ്പുറത്തുണ്ടായിരുന്നു. ആ പ്രശ്നം ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനോടുള്ള KSUവിന്റെ പ്രതിഷേധമല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? GK അത് പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പുതിയ ക്ലാസുകളും ഒക്കെ തന്നെ അനുവദിച്ചിരുന്നെങ്കിൽ പോലും ആ പ്രശ്നത്തിന് പൂർണ്ണമായൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ അനുവദിച്ച ബാച്ചുകളൊക്കെ തന്നെ ഇത്തവണ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പ്രശ്നത്തിന് ഒരു പൂർണ്ണമായ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് അതിനനുസൃതമായ ഒരു സാഹചര്യമോ സീറ്റുമോ ഇല്ലാത്തതാണ് പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ ഒന്നുകൂടി പരിശോധിക്കാം. ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന KSUവിന്റെ പ്രതിഷേധമാണ്. +1 സീറ്റിൽ പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് KSUവിന്റെ മലപ്പുറത്തെ പ്രതിഷേധം. മലബാർ മേഖലയിൽ ഒന്നാകെ +1 സീറ്റ് പ്രതിസന്ധി വിദ്യാർത്ഥികളെ, അവരുടെ ഭാവിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്.